ഓ, നീ ചാരുവിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് ചാരുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും? ഹേയ് ഇല്ലച്ചാ, ചാരുവിനെ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാ. ഇതുവരെ ഇല്ലാത്ത ഇഷ്ടം ഇപ്പൊ എവിടുന്ന് വന്നു? ചാരു അമ്മയില്ലാത്ത കുട്ടിയല്ലേ. അവളുടെ വിഷമം കാണുമ്പോഴൊക്കെ എനിക്ക് അവളുടെ ഇഷ്ടം തോന്നിയിരുന്നു. അതുമാത്രമല്ല, ജോലിയൊന്നും ആവാതെ എങ്ങനെ കല്യാണം കഴിക്കാനാ? ഇന്നത്തെ കാലത്ത് കുടുംബം നടത്തണമെങ്കിൽ ഏണിങ്സ് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? എന്നിട്ട് ഇപ്പോ ഏണിങ്സ് എന്തെങ്കിലും ഉണ്ടോ? അതുമാത്രമല്ല, അച്ഛൻ കരയോക്കാരുടെ മുമ്പിൽ മറുപടിയില്ലാതെ നിൽക്കേണ്ടി വന്നത് ഞാൻ കാരണമല്ലേ? അച്ഛൻ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കണം. ശരി, ഇവന്റെ ഭാഗം പറഞ്ഞു. നിന്റെ തീരുമാനം മാറാനുള്ള കാരണം എന്താ? എന്റെ തീരുമാനമൊന്നും മാറിയിട്ടൊന്നുമില്ല. ഇവന്റെ സന്തോഷം അതാണെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാ എതിര് നിൽക്കുന്നു? പിന്നെ കല്യാണത്തിന് മുമ്പ് ഇവനുള്ളതങ്ങ് കൊടുത്ത ബിസിനസ് ഒക്കെ തുടങ്ങി ചാരുമായിട്ട് സന്തോഷമായിട്ടങ്ങ് ജീവിക്കും. ഓ, അപ്പൊ അതാണ് കാര്യം. ഇവനുള്ളത് ഇപ്പോഴേ അങ്ങ് കൊടുക്കണം. കല്യാണം കഴിഞ്ഞ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ജീവിക്കണ്ടേ? വേണം, ജീവിക്കണം. ഒരു ഡിഗ്രി ഉണ്ടല്ലോ, ജോലി നോക്കണം. ബിസിനസ് ഒക്കെ കുറെ ചെയ്തതല്ലേ, എന്നിട്ടിപ്പോ എന്തായി? അതിപ്പം ഇപ്പൊ ഇവൻ ആര് ജോലി കൊടുക്കാനാ? അന്വേഷിക്കണം. കുടുംബം നടത്താൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയാ. ബിസിനസിന്റെ കാര്യമൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് നോക്കാം. അച്ഛൻ അമ്മയുടെ പ്ലാനൊന്നും വർക്കൗട്ടാന്ന് തോന്നുന്നില്ല. അമ്മയുടെ എല്ലാ പ്ലാനും വർക്കൗട്ടാവും. അങ്ങേര് ഇത്രയും താന്നു വന്നില്ലേ, ഇനിയും വഴിയേ വന്നോളും. ഈ മഴ ഇങ്ങനെ നിൽക്കുവാണെങ്കിലേ ദുരിതാശ്വാസ ക്യാമ്പും കമ്മ്യൂണിറ്റി ഹാളും ഒക്കെ പോരാതെ വരുമല്ലോ. കഴിഞ്ഞ തവണത്തെ പോലെ ആവായിരുന്നാ മതിയായിരുന്നു. പുഴയിലെ ഒഴുക്ക് കണ്ടിട്ട് മഴവെള്ള പെയ്ത്തുണ്ടെന്നാ തോന്നുന്നേ. ഓ, ഈ ശാന്തപ്പം കാരണം നമ്മള് വെള്ളത്തിലാവോ? ആ, വീടെത്തിയല്ലോ. പെയ്ത്ത് കഴിഞ്ഞിട്ടും വെള്ളം ഇറങ്ങില്ലല്ലോ. ഗോവിന്ദാ, ഓ ഇങ്ങോട്ട് വാ. ആ സാറാ, മാഷ് എന്തിയടോ? കരയോഗത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും വന്നേക്കുന്നെന്ന് പറ. ഓ കേറിയിരിക്കും. ബാല കരയോഗത്തിന് സെക്രട്ടറി പ്രസിഡന്റ് വന്നിരിക്കുന്നു. ഇരിക്കും സാറേ. വേഗം പോയി മാഷിനെ വിളിക്കേ. ആ ഞാനിപ്പോ വിളിക്കാം. ബാല, പേര് കേട്ട തറവാടായിരുന്നു, പക്ഷെ ക്ഷയിച്ചു പോയി. ക്ഷയിച്ചു പോയെന്നോ? ആര് പറഞ്ഞു ക്ഷയിച്ചു പോയെന്ന്? ഞാനല്ല, ഈ നാട്ടുകാര് പറയുന്നതാ. നാട്ടുകാരോ? പഞ്ചായത്ത് ഇലക്ഷന് കുറിപ്പേടെ 2 തവണ തോറ്റതേ ഈ മാഷിനോടല്ലേ? അതിന്റെ കണ്ണുകടി ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? എടോ, വെറും 5.5 വോട്ടിനാ ഞാൻ തോറ്റത്. വോട്ട് എത്രയായാലും കുറിപ്പേടൻ തോറ്റല്ലോ. അതിനെന്താടോ, ഞാനിപ്പം പ്രസിഡന്റ് അല്ലേ? കരയോഗം പ്രസിഡന്റ് അല്ലേ, അല്ലാതെ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. ആ, നിങ്ങളിത് എപ്പോ വന്നു? ആ മാഷേ, കുറുപ്പും പണിക്കാരും കൂടി ഒരുമിച്ചാണല്ലോ. എന്താ വിശേഷം? പുതിയ വാർത്തകൾ വല്ലതും ഉണ്ടോ നമ്മുടെ കരയില്? അത് മാഷേ, ഞങ്ങൾ വന്നത് ഞാൻ പറഞ്ഞോളാം.
പ്രധാനപ്പെട്ട കാര്യങ്ങള് പ്രസിഡന്റാ പറയേണ്ടത്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാഷിന്റെ മകനുമായുള്ള കല്യാണത്തിൽ നിന്ന് ശാന്തപ്പന്റെ മകൾ പിന്മാറിയെന്ന് കരയോഗത്തിൽ രേഖാമൂലം എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും താല്പര്യമില്ലെന്ന് പറഞ്ഞ് രേഖാമൂലം കരയോഗത്തിലൊരു പേപ്പർ എഴുതി തരണം. ശരിക്കും ഇങ്ങനൊരു രീതി ഇല്ലാത്തതാ. പക്ഷേ ശാന്തപ്പൻ നിർബന്ധം പിടിക്കുന്നുണ്ട്. ഭാവിയിൽ രണ്ടു കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ. ചാരുമോള് കല്യാണം നിന്ന് പിന്മാറാനുള്ള സാഹചര്യം എന്താണെന്ന് എനിക്കറിയാം. ഗോവിന്ദ, ഓ. അരവിന്ദനൊന്ന് വിളിച്ചു. വിളിക്കാം. സാഹചര്യം എന്തായാലും ആ കുട്ടിക്ക് കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ? അല്ല, ഇതാര് ഹേമമാലിനിയോ? വനിതാ സംഘത്തിലേക്കൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ. ഹേമമാലിനി അല്ല, ഹേമലത. എനിക്ക് എപ്പോഴും ആ പേരങ്ങ് തെറ്റിപ്പോകുന്നേ. എന്റെ ഭാര്യ ഹേമയ്ക്കും മകൻ അരവിന്ദനും ആദ്യമേ ഈ കല്യാണത്തിന് സമ്മതമല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ കല്യാണത്തിന് അവർ സമ്മതം അറിയിച്ചിട്ടുണ്ട്. മോനെ ഈ കല്യാണത്തിന് സമ്മതമാണോ? എനിക്ക് സമ്മതമാണ്. ഇയാള് മാത്രം സമ്മതിച്ചുകൊണ്ട് കാര്യമില്ല. ആ കുട്ടിയും കൂടെ സമ്മതിക്കണ്ടേ? ചാരുമോള് സമ്മതിച്ചോളും. അപ്പൊ ശാന്തപ്പ സമ്മതിക്കണ്ടേ? കുറുപ്പേടാ, ഒന്നും മിണ്ടായിരുന്നേ. ഞാൻ ശാന്തപ്പനോട് സംസാരിച്ചോളാം. ആ വേണ്ട 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 വേണ്ട. പ്രധാന കാര്യങ്ങള് പ്രസിഡന്റ് സംസാരിച്ചോളാം. ഇയാൾ അവിടെ ഇരി, ഞാൻ സംസാരിച്ചോളാം. ഹലോ ഹലോ ശാന്തപ്പ, തന്റെ മകളുടെ കല്യാണം നടത്തുന്ന ബാലമാഷ് പറയുന്നേ. എന്റെ മോടെ കല്യാണം തീരുമാനിക്കാനേ അയാളാരാ? അവൾ അയാളുടെ മുഖത്തോക്കി പറഞ്ഞതല്ലേ കല്യാണത്തിന് ഇഷ്ടമല്ല എന്ന്. ഇപ്പൊ മാഷിന്റെ ഭാര്യ മകനും ഞങ്ങളുടെ അടുത്ത് സമ്മതിച്ച്. അവരവിടെ സമ്മതിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അവള് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞേ നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് ഒരു പേപ്പർ എഴുതി മേടിക്കേ. ഇങ്ങനെ ശാന്തപ്പാ, അരവിന്ദന്റെയും ചാരുവിന്റെയും കല്യാണം ഞാൻ നടത്തിയിരിക്കും.